ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് ജോലി, അതുപോലെ തന്നെ എങ്ങനെ കിട്ടി, അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിന് മുന്നേ, അതായത് ഒന്നോ രണ്ടോ മാസം മുന്നത്തെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. ജോലി നോക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. സോ അതൊന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഞാൻ പറഞ്ഞ കാലാവസ്ഥകളും ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ജോലി കിട്ടും, അന്ന് ഈ സാധനം എനിക്ക് കാണും, അപ്പോൾ ഒരു സന്തോഷം കിട്ടും. അതിന് വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണിത്. എന്തെങ്കിലും ഒരു നാൾ ജോലി കിട്ടും, അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് ഇതുപോലത്തെ സംഭവമാണ്. അതായത് നമുക്ക് ഒരുപാട് നടന്നിട്ടുണ്ട് ഇങ്ങനെ, നല്ല മഞ്ഞുള്ളതുകൊണ്ട് അതിനേക്കാളും ഭ്രാന്ത് പിടിച്ചൊരു സമയത്തിലൂടെ നടന്നു പോണത്. എന്തായാലും കിട്ടും, ഒരു നാൾ കിട്ടും ഒരു നാൾ. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് പോണത്. ഓക്കെ, മഞ്ഞൊക്കെ കാണാൻ നല്ല രസം. നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോഴും ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോഴും ഓ വാവ് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയും. പക്ഷേ ജോലിയൊക്കെ തപ്പി ഇറങ്ങുമ്പോൾ ഈ മഞ്ഞൊക്കെ കണ്ടാൽ ദേഷ്യമല്ല, ഭ്രാന്ത് പിടിക്കും. അങ്ങനെ അപ്പോൾ ഇത് വരെ കണ്ടതാണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ജോലി തപ്പാൻ വേണ്ടി പോയപ്പോൾ എനിക്കറിയാം ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല എന്നറിയാം. ഇതിനേക്കാളും എത്രയോ അധികം കഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും അവർക്ക് കഷ്ടപ്പെട്ടതിന് ഒരു ഫലം കിട്ടാത്തവരുണ്ടെന്ന് പറയാം. പക്ഷെ എന്തോ എനിക്ക് കഷ്ടപ്പെട്ടു, എനിക്ക് അതിനുള്ള ഒരു റിസൾട്ടായിട്ട് എനിക്കൊരു ജോലി കിട്ടി. ഭാഗ്യം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ. അപ്പോൾ എനിക്കെങ്ങനെ ജോലി കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മെക്ഡൊണാൾഡ്സിലാണ് ജോലി കിട്ടിയത്. ക്രൂ മെമ്പറായിട്ടാണ് ജോലി കിട്ടിയത്, പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ജോലി കിട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ആ ഒരു മെക്ഡിയിൽ ഒരുപാട് വട്ടം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാനേജറെ പോയി കണ്ടിട്ടും നേരിട്ടും റെസ്യൂമെ കൊടുത്തും, അതുപോലെ തന്നെ അവിടുത്തെ എല്ലാവരുമായിട്ട് എന്താ പറയുക, നമ്മുടെ റെസ്യൂമെ കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഒരു കമ്പനി നമ്മളെപ്പോഴും കീപ്പ് ചെയ്തിട്ടാണ്. അറ്റ് ലാസ്റ്റ് എനിക്ക് മാനേജറിനെ നിന്ന് ഒരു ദിവസം ഒരു കോൾ വന്നു. ദാറ്റ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് വരണം. ഓക്കെ, ഇൻ്റർവ്യൂവിന് പോയതിന് ശേഷം എനിക്ക് കോളുകളും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ അവർ ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും പറയാം, മാനേജർ വാസ് ഗ്രേറ്റ്. അതായത് അവർ അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തത്, മാനേജർ. സോ അവരെനിക്ക് ജോലി തന്നതിന് ശേഷം എനിക്കിപ്പോൾ ഓറിയൻറ്റേഷൻ സെഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓറിയൻറ്റേഷൻ സെഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് മെയ് 14 അതായത് അടുത്ത വീക്കിൽ. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുന്നുണ്ടാവുക. ഒരു ട്യൂസ്ഡേത്തെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് ദെൻ തേഴ്സ്ഡേയ്സ് ആണ് ഞാൻ വീഡിയോ സ്ഥിരമായിട്ട്. അപ്പോൾ തേഴ്സ്ഡേ ആണ് ഈ വീഡിയോ മിക്കവാറും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അടുത്തൊരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇൻ്റർവ്യൂ ടൈം കഴിഞ്ഞതിന് ശേഷം മാനേജർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് പറഞ്ഞു, നിന്നെ വിളിച്ചത് നിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റെസ്യൂമിൽ യൂട്യൂബ് ചാനലിൽ ഒരു കോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ഔട്ട് ഓഫ് ഓക്കെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തേക്കാം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആകെ സർപ്രൈസ് ആയിപ്പോയി. കാരണം അവർ പറഞ്ഞു, നിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടു, റെസ്യൂമി കിട്ടിയതും യൂട്യൂബ് ചാനലിലെ പേര് കണ്ടു, പേര് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ആദ്യം അവർക്ക് കിട്ടില്ലല്ലോ, കാരണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണല്ലോ ആദ്യം കാണിക്കുക. ഒരുപാട് നോക്കി അങ്ങനെ കണ്ടുപിടിച്ചു വീഡിയോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് വീഡിയോ കണ്ടേ ചോദിച്ചു. കാരണം അവർ വെറുതെ പറയാണോ എന്താ നമുക്കറിയില്ലല്ലോ ഒരാൾ. അപ്പോൾ അവരടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നോഫിൽസിൽ പോയ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഫുഡ് ബേസിക്സിലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, കൊള്ളാം എന്നായി. അതിനുശേഷം ഇതേപോലെ വീണ്ടും അതുപോലെ തന്നെ ഈ ഒരു കേസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആകെ വണ്ടടിച്ചു പോയി. കാരണം നമ്മൾ ഈ റെസ്യൂമിൽ ചുമ്മാ കൊടുത്തതാണ്, അത് കയറി കാണുമെന്ന് വിചാരിച്ചില്ല. വീഡിയോ കണ്ടു എന്ന് അവർ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, എനിക്കെന്തോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അടിപൊളിയാണ്. എനിക്കൊരു പാഷൻ്റെ പുറത്ത് ഞാൻ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി പോകരുത്, പാഷന് വേണ്ടിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ ഒരു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒരു വളരെ ഒരു എന്താ പറയുക, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജോലി കിട്ടി, മെക്ഡൊണാൾഡ്സിലാണ്. ഈ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ജോലി തപ്പിയിട്ടുള്ള യാത്രയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പലപ്പോഴും ഇടുമ്പോഴും അതിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ, അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പം ഞാൻ നേരത്തെ കാണിച്ച പോലെ മഞ്ഞത്ത് ജോലി തപ്പാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമ്മറായി, നല്ല പൊരി വെയിലത്ത് ജോലി തപ്പാൻ പോയി തിരിച്ചെത്തുമ്പോൾ മൊത്തം മുഖം കറുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു, അതായത് പ്രൈമറി ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ.
അവസാനം അത് കിട്ടി. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഒരു G ലൈസൻസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ ഒരുപാട് തിരക്കുകളുടെ ഇടയിലൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ക്ലാസ്സുകൾ തുടങ്ങി. അതിപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു എന്താ പറയുക, ഒരു നമുക്കൊരു മൂഡ് വരില്ല വീഡിയോ എടുക്കാൻ. ആ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് G ലൈസൻസ് കിട്ടിയപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ എന്നെ G ലൈസൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് ജോമി ആശാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോമി ചേട്ടൻ്റെ ഒരു വീഡിയോ ആണ് മിക്കവാറും അടുത്തത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. പുള്ളി ഒരു 1.5 സംഭവമായിരുന്നു. പുള്ളിയുടെ ക്ലാസ് നമുക്ക് എത്ര വണ്ടി ഓടിക്കാൻ അറിഞ്ഞില്ല. നാട്ടിൽ വണ്ടി ഓടിച്ച് എത്ര തഴമ്പിച്ച ഒരാൾ ഇവിടെ വന്നാലും ഒന്ന് കഷ്ടപ്പെടും. കാരണം ഇവിടെ അത്രയ്ക്കധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് പാസ്സാവാം എന്നുള്ളത് പഠിപ്പിച്ചു തന്ന ജോമി ആശാൻ എന്തായാലും പുള്ളിനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഹാപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും ഞാൻ അടുത്ത വീഡിയോ ജോമി ആശാൻ്റെ വീഡിയോ മിക്കവാറും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ജോലി തപ്പുന്ന സമയത്തൊക്കെ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുന്ന ടൈമിലുള്ളതാണ്. അതായത് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വന്ന സമയത്ത് ജോലി തപ്പാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ, അതിപ്പോൾ ഞാൻ ഒരു ഡിഫറൻസിയേഷൻ പറയല്ല, കനേഡിയൻസിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ സൂപ്പർ. അതായത് അവർ ജോലി ഉണ്ടോ നമ്മൾ ചോദിച്ചാൽ ഇൻ ഹാരിങ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നോ ദർ ഇസ് നോ ഹാരിങ് സോറി എന്ന് പറയും. അവരത്രയും നല്ല രീതിയിലാണ് ഡീൽ ചെയ്യുക. പക്ഷേ ഞാൻ ഒരിക്കലും ഒരാളെയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമോ എന്തെങ്കിലും ആവും, അല്ലാണ്ട് ഞാൻ ഹോളായിട്ടുള്ള ഒരാളെ പറയല്ല. പക്ഷേ ഇന്ത്യൻസ്, അതായത് നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളെ നല്ല രീതിയിൽ ചവിട്ടും. പോയിട്ട് ജോലി ഉണ്ടോ ചോദിക്കുമ്പോൾ ജോലി ഇല്ല എന്ന് പറയുക മാത്രമല്ല, അതിൻ്റെ ഒപ്പം 2 തെറിയും കൂടി അവർ വിളിക്കും. അതായത് ജോലിയൊന്നുമില്ല ഇവിടെ അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ് നല്ല വർത്താനം പറഞ്ഞ് പുറത്തേക്ക് വിടും. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തൊരു കഷ്ടമാണ് ഇത്, പണ്ടാരെന്നുള്ള അവസ്ഥയിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലം, അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ജോലി കിട്ടി. ഇപ്പോൾ ഈ ജോലിയിൽ ഇനിയിപ്പോൾ എത്ര കാലം നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. കിട്ടിയെന്ന് മാത്രമുള്ള ഒരു ന്യൂസ് മാത്രമേ ഞാൻ പങ്കിടുന്നുള്ളൂ. മറ്റേ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ളതല്ല ബുദ്ധിമുട്ട്, ആ സ്ഥലത്ത് പിടിച്ചു നിൽക്കുകയാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പിടിച്ചു നിൽക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാം സ്മൂത്തായി പോകുന്നു. G ലൈസൻസ് കിട്ടി, ജോലി കിട്ടി. ഈ 2 കാര്യങ്ങളും കൂടി അറിയിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. ഇന്ന് ക്ലാസ് ഉണ്ട്, ഈവനിങ്ങിൽ ക്ലാസ് ഉണ്ട് 4 മണിക്ക്. ഈ ഒരു സെമിനാർ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് മുതൽ 10 മണി വരെ ക്ലാസ്, അതിനുശേഷം മൊത്തം ഫ്രീ. ഫ്രൈഡേ മാത്രം ഒരു വലിയ ക്ലാസ്, ഉച്ച മുതൽ രാത്രി 9:45 എന്തോ ഒരു വലിയൊരു ക്ലാസ്. അങ്ങനെയൊക്കെയാണ് ഈ സെമ്മിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇനി ജോലി, അതുപോലെ തന്നെ ഈ പഠിത്തം എല്ലാം കൂടി ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനുള്ള ടൈമുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ ഒരാഴ്ചയിൽ ഞാൻ തേഴ്സ്ഡേ എന്നുള്ളൊരു ഡേ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തേഴ്സ്ഡേയ്സ് എനിക്ക് വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. അപ്പോൾ സമയം കണ്ടെത്തി എന്തെങ്കിലും ഒരു കണ്ടന്റ്, നമുക്ക് എന്തെങ്കിലും പ്രയോജനമായിട്ടൊരു കണ്ടന്റ് വിടണം. വെറുതെ ഒരു കണ്ടന്റ് വലിച്ചു വാരിയിട്ടിട്ട് അതെനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു നല്ല നല്ല കണ്ടന്റ്സുമായിട്ട് വരും വീഡിയോകളിൽ വരാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ജസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.